ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ആ ലേഡിയെ പോയി കണ്ട് ആത്മവിശ്വാസം കൊടുത്തതിന് ശേഷം അവരെ ഹഗ് ചെയ്ത് ഉമ്മ കൊടുക്കും. അതൊക്കെ ചെയ്തു ഞാൻ. ഇപ്പൊ ഞാൻ ചേച്ചി അടിപൊളി സിനിമാറ്റിക് ആണോന്ന് അറിഞ്ഞൂടാ. അതൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനെ മറികടക്കാൻ പറ്റും. കാരണം ഞാനും ബാലും തമ്മിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ ഉള്ളിൽ പ്രണയമൊക്കെ അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഉള്ളിലൊന്നല്ല. നിങ്ങളൊരു 5-6 കൊല്ലം കഴിഞ്ഞ ദാമ്പത്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്നും അത് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ പ്രണയമൊക്കെ വറ്റിപ്പോയിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും നാൾ അടുപ്പുള്ള ഒരു മനുഷ്യൻ, കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ, മക്കൾ എന്നുള്ള ഒരു ഫെവിക്കോൾ എലമെൻറ്റ്, ഇതും കമ്മിറ്റ്മെൻറ്റിൻ്റെയൊക്കെ ഇഷ്യൂ വെച്ചിട്ടാണ് നമ്മളെല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നത്, അക്കോമഡേറ്റ് ചെയ്യുന്നതും. അല്ലാണ്ട് പ്രണയത്തിൻ്റെ പുറത്തൊന്നുമല്ല ഒരു ദാമ്പത്യം ഭൂമിയിൽ നിലനിൽക്കുന്നത്. അപ്പം ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ബാലുവിന് അക്കാര്യത്തിൽ എന്നോട് വഞ്ചന ചെയ്തൊന്നും ഞാൻ അതിനെ കാണുന്നേ ഇല്ല. കാരണം എനിക്കും അതേ സമയം തന്നെ ഒരു 20 വർഷത്തെ ഒരു ദാമ്പത്യത്തിൽ ഇരിക്കെ തന്നെ എനിക്കും ഒരു ഡീവിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ഞാൻ ദാമ്പത്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ നല്ല അസാധ്യമായ ഒരു പ്രണയം അനുഭവിച്ച ഒരാൾ. ഞാൻ അതിനെ നിഷേധിക്കാൻ തയ്യാറല്ല. എന്തിൻ്റെ പുറത്ത് ആര് കല്ലെറിഞ്ഞാലും. അപ്പോൾ ബാലുവിന് അത് നേരത്തെ ഉണ്ടായോ അവസാനം ഉണ്ടായോ എന്നുള്ളതല്ല അടുത്ത പ്രശ്നം. ഇതേ സാധ്യത ആ മനുഷ്യനുണ്ട് ഇല്ലേ? അയാൾ അത്രയെങ്കിലും നീതി കാണിച്ചെന്ന് വെച്ചാൽ ഓക്കെ, എന്നോട് അയാൾ നീതി കാണിച്ചു, ആ സ്ത്രീയോട് നീതി കാണിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സാധാരണ എല്ലാവരും കറുവാപ്പസി നടത്തും, ഗോ ടു യുവർ ക്ലാസ്സസ് എന്നുള്ളതാണ് പിടിക്കപ്പെട്ടാൽ. ഇതെല്ലാം നമ്മൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നുള്ള രീതിയിലാണല്ലോ ഈ പ്രണയത്തിനൊക്കെ ദാമ്പത്യങ്ങളുടെ ഇടയിൽ കൊണ്ടുപോകുന്നത്. അതുവരെയൊക്കെ നമ്മളെല്ലാം ഡീസൻ്റ് ആണ് അല്ലേ? നല്ല മുഖമായിട്ട് നടക്കും. നല്ല മുഖത്തിന്റെ പൊട്ട മുഖത്തിന്റെ അല്ല, നമ്മൾ അതുവരെ നമ്മൾ പിടിക്കപ്പെടാത്തോടത്തോളം വരെ സംഘർഷഭരിതരല്ല എന്നുള്ളതാണ്. നമ്മൾ ആ കുഞ്ഞു നനുത്ത സ്നേഹത്തിനെ ഭയങ്കര ആർദ്രതയോടുകൂടി കൊണ്ടാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യും. പിടിക്കപ്പെടുന്നിടത്താണ് നമ്മൾ സ്ട്രെസ്സിലേക്ക് ആവുന്നത്. അത് ആ സ്ട്രെസ്സിലാവുന്നത് പോലെ അതൊരു കള്ളത്തരം എന്നുള്ളതിൻ്റെ അല്ല. കൂടെ നിൽക്കുന്ന ആ മനുഷ്യർ, അപ്പുറത്ത് ഉള്ള ഒരു മനുഷ്യനെ ഒരു പാർട്ട്ണറെ നമുക്ക് വേദനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സംഘർഷം എനിക്ക് തോന്നുന്നു ഇത്തിരി സ്നേഹമുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ടാവും. ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മളെ കൂടെയുള്ള മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സഹജീവിനെ നമുക്ക് അത്രത്തോളം സ്നേഹിക്കാനൊന്നും പറ്റൂലായിരിക്കും. പക്ഷെ അവർ വേദനിക്കുന്നുള്ളൊരു കൺസേൺ ഒക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ മനുഷ്യർക്ക് ഉള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി, ഈ ലൈഫിൻ്റെയൊക്കെ ഒരു ഭംഗി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ അർത്ഥത്തിലെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം അത് ഭയങ്കരമായിട്ട് അത് ഇതായിപ്പോയില്ലോ, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം ജീവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴും തിരിച്ച് ഞാൻ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഈ ജീവിതമായിരിക്കില്ല. അപ്പോൾ അയാളും വേറെ അർത്ഥത്തിൽ ഈ ലൈഫിൽ സംഘർഷത്തിലായിരുന്നിരിക്കും. ചിലപ്പോൾ എന്നെ പോലെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അയാൾക്കത് പറയാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ? ആ സ്ത്രീയെ ഹഗ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുകയായിരുന്നോ? അതെ, എനിക്ക് 2-3 കാര്യം അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്, അവർ ഒരു കുറ്റവാളിയെ പോലെ ജീവിക്കേണ്ടവരല്ല എന്നുള്ള ഉറച്ച ബോധ്യമുണ്ട് എനിക്ക്. അവരെന്നോട് മാപ്പ് പറഞ്ഞത് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം ഞാൻ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ പുറത്തും ഞാൻ ചെയ്തു എന്നുള്ളതിൻ്റെ പുറത്തൊക്കെ ഒരു മനുഷ്യനോട് ഇവിടെ മാപ്പ് പറയേണ്ട കാര്യമില്ല. കൃത്യം ചെയ്ത പോലെ ജീവിക്കേണ്ട ഒരു കാര്യമില്ല. അത് കംപ്ലീറ്റ്ലി അവരുടെ പേഴ്സണൽ ഏരിയ ആണ്. നമുക്ക് അതിനകത്ത് മൂക്കും തലയിടേണ്ട ഒരു കാര്യമില്ല.